നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. മുത്തശ്ശി മരിച്ചതിന്റെ വേദന തീരുന്നതിന് മുൻപേ ശ്രീകുട്ടി ചേച്ചിയുടെ ഈ പ്രശ്നം കൂടി വന്നേ. ശ്രീകുട്ടി ചേച്ചി പിണങ്ങിപ്പോയതല്ല എന്ന് അമ്മ ശരിക്കും വിശ്വസിച്ചിരുന്നതാ. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. എന്നോടും സ്വാതിയുടെ കാര്യം കുറച്ചു മുൻപ് കൂടി ചോദിച്ചതേ ഉള്ളൂ. അവൾ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കുറച്ചു ദിവസം നിൽക്കാൻ പോയതാണെന്ന് ഞാനിങ്ങ് തീർത്തും പറഞ്ഞു. അതെ, ഞാനൊന്ന് ചന്ദ്രകാന്തം വരെ പോയാലൊന്ന് ആലോചിക്കുന്ന. സ്വാതിയുടെ അടുത്തേക്കോ? എന്തിന്? ചേച്ചി ഒന്ന് കാണണം. എന്താ പിണക്കത്തിന് കാരണമെന്ന് എനിക്കറിയണം. എങ്ങനെയും ഇവിടേക്ക് വിളിച്ചോണ്ട് വരണം. ലച്ചു, ഞാൻ പറയുന്നത് നീ അനുസരിക്കോ? ചേച്ചി പറയുന്നത് ഇതുവരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞാ മതി. എന്തായാലും നീ ഈ അടുത്ത കാലത്തൊന്നും ചന്ദ്രകാന്തത്തിൽ പോണ്ട. പിന്നെ ചേച്ചി ഇവിടേക്ക് വിളിക്കുന്നത് എങ്ങനെയാ? നീ ചെന്ന് വിളിച്ച ആ നിമിഷം സ്വാതി ഇറങ്ങി ഇവിടേക്ക് വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനൊരു വിശ്വാസം നിനക്കില്ലല്ലോ. പിന്നെ നീ അവിടേക്ക് എന്തിനാ പോകുന്നേ? ചേച്ചി, അത് ഞാൻ എന്തിനാ ലച്ചു അവിടെ ചെന്ന് വല്യച്ചിയുടെ വായിലിരിക്കുന്നത് വെറുതെ കേൾക്കുന്നേ? അതിന്റെ വല്ല ആവശ്യം നിനക്കുണ്ടോ? ഒന്നാമത് കവിതേച്ചി വല്യേച്ചി ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഒടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കുറ്റക്കാരി നീ മാത്രമാവും. വല്യേച്ചി മാത്രം എന്താ ഏതാ പറയാന്ന് ആർക്കും ഒരു നിശ്ചയം ഉണ്ടാവില്ല. എന്തിനാ വെറുതെ വല്യേച്ചിയുടെ വഴക്ക് കേൾക്കാൻ പോകുന്നേ? അത് സഞ്ജു സ്വാതി തമ്മിലുള്ള എന്തൊക്കെയോ സൗന്ദര്യ പിണക്കങ്ങളാ. അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ. ഒടുവിൽ അവര് തന്നെ അത് പറഞ്ഞു തീർത്തോളും. അത് തന്നെയാ നല്ലത്. അറിഞ്ഞോ, മുത്തശ്ശിയുടെ കൊലപാതകയില്ലേ ആ ജാക്കി, അവൻ പോലീസ് വലയിലായി. അവനെ പോലീസ് പിടിച്ചോ? ശരിക്കും ജാക്കിയെ പോലീസ് പിടിച്ചതാ. പക്ഷേ ഒടുവിൽ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെട്ടോ? എങ്ങനെ? അതിവിദഗ്ധമായി ഒരു ലേഡി അവനെ രക്ഷിച്ചു പോലീസ് പറയുന്നേ. ലേഡിയോ? പോലീസിന്റെ കയ്യിൽ നിന്നും ഒരു ക്രിമിനലിനെ രക്ഷിക്കാനോ? അത്രയും സാമർത്ഥ്യമുള്ള ആ ലേഡി ആരാ? അതല്ലേ അത്ഭുതം. ഇതുവരെ ആളെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജാക്കിയെ രക്ഷിച്ച് ആ ലേഡി കേരള അതിർത്തി കടത്തിയിട്ടുണ്ടെന്നാ പോലീസ് പറയുന്നേ. എന്നാലും അങ്ങനെ ഒരു ലേഡി അതാരാവും? എന്തായാലും പോലീസ് ആ ലേഡിയെ കണ്ടെത്തും. മുത്തശ്ശിയുടെ മരണത്തിൽ ഞാൻ തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാൻ പറ്റില്ലേ ഡോക്ടർ? ലച്ചു ടെൻഷൻ ആവണ്ട. താമസിയാതെ ജാക്കി പോലീസ് വലയിലാവും. സത്യം തെളിയിക്കുകയും ചെയ്യും. ലച്ചു സംശയിക്കണ്ട. സത്യം അധികനാൾ മൂടി വെക്കാനൊന്നും ആർക്കും കഴിയില്ല. ലച്ചു ഇങ്ങനെ മനമൊരുകി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വെറുതെ ആവോ? ഇല്ല, ഒരിക്കലും ആവില്ല. ലച്ചുവിന്റെ ദേവി ആ ജാക്കിയെ ലച്ചുവിന്റെ മുന്നിൽ കൊണ്ടു നിർത്തും. അതിലൊരു സംശയവുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.